ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്കൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഹരിശങ്കർ അയാളുടെ കൂട്ടുകാരൻ ജോമോനെ വിളിക്കുകയാണ്. എങ്ങനെയെങ്കിലും ശരണ്യെ ട്രാപ്പിലാക്കുന്ന കാര്യം അവർ മുമ്പേ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ പറയുന്നു, എടാ ഞാൻ അവളെ ട്രാപ്പിലാക്കാനായിട്ട് ഒരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരനില്ലേ, ഒരു ഫ്രണ്ടിൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട് ഇച്ചിരി ഉള്ളിലാണ്. അപ്പോൾ അവിടെ ഒരു വീട് നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയെങ്കിലും അവളെ ഞാൻ ജോമോൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനാണെന്ന് പറഞ്ഞാൽ അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും. കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം അവിടെ വേറെ ആരും കാണത്തില്ല. നമ്മൾ 3 പേര് മാത്രമേ കാണത്തുള്ളൂ. പിന്നെ രോഹിത്തും കാണും. അങ്ങനെ മാത്രമേ നമുക്ക് അവളെ നമ്മുടെ പരിധി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നേരെ ചൊവ്വേ വിളിച്ചാൽ അവൾ വരത്തില്ല. അതിനുശേഷം നമുക്ക് അവളുടെ വീഡിയോയും ഫോട്ടോയും വെച്ച് നമുക്ക് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ്, എടാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്ത് കുഴപ്പം ഉണ്ടാവാൻ, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം, ഞാൻ പറഞ്ഞതൊക്കെ നീ ചെയ്താൽ മതി, ഞാൻ അവളെയും കൂട്ടിക്കൊണ്ട് വരും. അപ്പോഴത്തേക്ക് നീ അവിടെ വേണ്ട അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്ത് വെച്ചിട്ട് മറ്റവന്മാരുമായിട്ട് അവിടെ അങ്ങ് വീട്ടിലോട്ട് വന്നാൽ മതി എന്ന് പറയും. ശരി, നീ കട്ട് ചെയ്തോ, ഞാൻ രോഹിത്തിനെ വിളിക്കട്ടെ എന്ന് പറയും. അങ്ങനെ രോഹിത്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എടാ വല്ല കുഴപ്പമാവോ? ഒരു കുഴപ്പമില്ലടാന്ന് പറയും. നീ പണ്ട് അലീനെ ഇതുപോലെ ട്രാപ്പിലാക്കാൻ നോക്കിയിട്ട് അവസാനം അത് എന്തെല്ലാം വിഷയമായാൽ നിനക്കറിയാവോ? പറയാം, ഇത് അതുപോലൊന്നും അല്ല, ഇത് അത്രയും കേസൊന്നും അല്ല. അവൾ കുറേ കാലമായി എൻ്റെ ചില്ലറ കാശല്ല അവൾ ഓരോന്നും മേടിച്ച് പൊട്ടിച്ച് കളഞ്ഞത്. 1.5 ലക്ഷം രൂപയ്ക്കകത്ത് എനിക്ക് ചിലവാകുന്നു. അപ്പോൾ അത് തിരിച്ചെനിക്ക് മുതലാക്കണ്ടായെന്ന് ചോദിക്കും. എവിടെയൊക്കെ ഞാൻ കൊണ്ടുപോയതാണ്, പക്ഷേ ഒരിടത്തും അവൾ പിടിതരത്തില്ല. ഇപ്രാവശ്യം അവൾ എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകത്തില്ലെന്ന് പറയും. അങ്ങനെ രോഹിത്തിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ഹരിശങ്കർ പറയും, ഞാൻ പറയുന്ന കണക്ക് നീ ചെയ്താൽ മതി എന്നൊക്കെ പറയും. എന്നാൽ നിൻ്റെ ഇഷ്ടം കണക്ക് എന്നൊക്കെ പറഞ്ഞ് രോഹിത്ത് ഹരിശങ്കറിന് വാക്ക് കൊടുക്കും ചെല്ലാമെന്ന്. പിറ്റേ ദിവസം ബബിത കോളേജിൽ പോകാൻ റെഡി ആകുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ വന്നിട്ട് പറയും, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ കോളേജിൽ പോകുന്നതിന് മുമ്പ് അലീനയ്ക്കുള്ള ഡ്രസ്സ് ടെക്സ്റ്റൈൽസിൽ നിന്ന് എടുത്ത് കൊടുക്കണമെന്ന്. എനിക്കത് പറ്റത്തില്ല അച്ഛാ. പറ്റണമല്ലോ, അല്ലെങ്കിൽ നിനക്ക് എൻ്റെ ചിലവ് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ ഇഷ്ടമില്ല. എന്നിട്ടും ബബിത പോയി അലീനയ്ക്കുള്ള 3 ജോഡി ഡ്രസ്സ് കൊടുത്തോട്ട് വരും. പറയാം, അപ്പം നിനക്ക് മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്ക് ചെയ്യാനറിയാം എന്ന് പറയും. ഞാനത് ഇഷ്ടത്തോട് കൂട്ടില്ല വാങ്ങിച്ചതെന്ന് പറയും. നീ അവളുടെ ഡ്രസ്സ് നശിപ്പിച്ചളഞ്ഞുകൊണ്ടല്ലേ നിനക്ക് തിരിച്ച് ചെയ്യേണ്ടി വന്നത്, ഇല്ലെങ്കിൽ നിനക്ക് ചെയ്യേണ്ടി വരുമെന്ന് ചോദിക്കും. ഇത്രയൊക്കെ ചെയ്തിട്ട് നിൻ്റെ അഹങ്കാരത്തിനൊരു കുറവില്ലല്ലോ എന്ന് പറയും. അങ്ങനെ ബാലേന്ദ്രനോട് ബബിത തിരിച്ച് കയർക്കുന്നുമുണ്ട്. പക്ഷേ ബാലേന്ദ്രൻ അലീന പറഞ്ഞതുകൊണ്ട് അവളെ അടിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. അതിനുശേഷം ബബിത ദേഷ്യപ്പെട്ടങ്ങ് പോകുന്നുണ്ട്, കോളേജിൽ പോകത്തില്ല. അതിനുശേഷം അലീന ബാലേന്ദ്രനോട് പറയും, അച്ഛാ അവളെ ദേഷ്യം പിടിപ്പിക്കേണ്ട, അവൾക്ക് ദേഷ്യവും, അവളെ ദേഷ്യത്തിന് അവളെ അടിച്ച് ശരിയാക്കേണ്ടതാണെന്ന് പറയും. അവളെ ഇപ്പോഴത്തെ അവസ്ഥ അവളെ ദേഷ്യം പിടിപ്പിക്കുകയല്ല അച്ഛൻ വേണ്ടത്, അവളെ അച്ഛനൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയും. എന്താ മോളെ അത് അച്ഛനോട് എങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല, നീ കാര്യം പറ അലീന. അത് ഞാനന്ന് എറണാകുളത്ത് പോയിട്ട് വന്ന ദിവസം ഇവിടെ ബബിതയുടെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നെന്ന് പറയും. പയ്യനോ? ഞാൻ മുമ്പ് അവനെ കണ്ടിട്ടുള്ളതാണെങ്കിൽ ഒരു ഓർമ്മയുണ്ട്. തലമുടിയൊക്കെ ഇങ്ങനെ കച്ചി കണക്ക് ഇങ്ങനെ ഇരുന്ന ഒരു പയ്യൻ, അവളുടെ കൂടെ പഠിക്കുന്ന അവളുടെ ഫ്രണ്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ആരുമില്ലാത്ത സമയത്ത് അവളും കൂടി ഇവിടെ ഇരുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അച്ഛാ. അച്ഛനോട് പറയണോ വേണ്ടായെന്ന് ഞാൻ കുറച്ച് മുമ്പ് ഒരു ആലോചിച്ചതെന്ന് പറയും. നീ എന്താ മോളെ ഇത് നേരത്തെ അച്ഛനോട് പറയാഞ്ഞെന്ന് പറയും. അച്ഛന് ദേഷ്യമുള്ളതുകൊണ്ട് അവളോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അച്ഛൻ അവളെ ഒന്ന് ഫോളോ ചെയ്യണം, അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ശരിയല്ല. പിന്നെ ഞാൻ കൈയോടെ പിടികൂടിയപ്പോൾ അവൻ്റെ കൂടെ പോകാനായിട്ട് തയ്യാറെടുത്ത് നിന്നെയായിരുന്നു അവൾ. ഒരു വിധത്തിൽ അവളെ ഞാൻ പിടിച്ചു നിർത്തിയത്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ അവൾ ഇവിടുന്ന് പോകാനൊരു കാരണം നോക്കിയിരിക്കുമോ, അവൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോവും. അതുകൊണ്ട് അവളെ നമ്മളെ പരിധിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം, സ്നേഹത്തിൽ കൂടി മാത്രമേ അതിന് കഴിയൂ എന്നൊക്കെ ബാലേന്ദ്രനോട് അലീന നയപരമായിട്ട് പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ബാലേന്ദ്രനങ്ങ് തകരുകയാണ്. കാരണം ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ട് മക്കൾ ഇങ്ങനെ വഴിതെറ്റി പോകുന്നല്ലോ എന്ന് ആലോചിക്കുമ്പം അച്ഛനെന്ന നിലയ്ക്ക് പുള്ളി ഭയങ്കരമായിട്ടങ്ങ് മനസ്സിന് സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം അച്ഛൻ വിഷമിക്കേണ്ട അച്ഛൻ, അവളെ ഞാനും ശ്രദ്ധിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയൊക്കെ വാങ്ങിക്കൊടുത്തതിന് ശേഷം കോളേജിൽ പോവാതെ ബബിത നേരെ പോകുന്നത് ഹോസ്പിറ്റലിൽ വൈജയന്തിയെ കാണാനായിട്ടാണ്. അങ്ങനെ ചെന്ന് വൈജയന്തിയോട് ഒരുപാട് പരാതി പറയുന്നുണ്ട്. അമ്മ എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തില്ല, അവളാണ് അവിടുത്തെ ഭരണക്കാരി, അച്ഛൻ പോലും അവൾ പറയുന്നത് കേൾക്കും, അച്ഛനും കൃഷ്ണയും ഒരു സെറ്റാണ്, ഞാനും രോഹിതേട്ടനും മാത്രമാണ് പ്രത്യേകം, എത്രയും പെട്ടെന്ന് അമ്മ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിട്ട് നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാമെന്ന് പറയും. വേറെ വീട് എന്തിനാണ് മോളെ, നമുക്ക് കൊല്ലപ്പള്ളിക്ക് പോകാമെന്ന് പറയും. പക്ഷേ കൊല്ലപ്പള്ളിക്ക് പോകാൻ ബബിത വിസമ്മതിക്കുകയാണ്. കാരണം കൊല്ലപ്പള്ളി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. ഹരിശങ്കറിൻ്റെ കയ്യിൽ ബബിതയുടെ വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് അതിനെ ബബിത ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. നമുക്ക് വേറെ വീടോ ഫ്ലാറ്റോ എടുക്കാം അമ്മയെന്ന് പറയും. എനിക്കവിടെ ജീവിച്ച് മതിയായി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ദിവസം ഞാൻ അവളുടെ ഡ്രസ്സെല്ലാം എടുത്ത് കണ്ടിച്ച് മുറിച്ച് കളഞ്ഞെന്ന് പറയും. അതിൻ്റെ പേര് അച്ഛൻ എന്നോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ പറഞ്ഞെന്നൊക്കെ പറയും. നീ വിഷമിക്കേണ്ട മോളെ, അമ്മ ഇവിടുന്ന് ഡിസ്ചാർജ് ആവട്ടെ, എന്തെങ്കിലും അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ബബിത ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഹരിശങ്കർ ശരണ്യെ വിളിക്കുന്നുണ്ട്. ശരണ്യെ വിളിച്ച് പറയുന്നു,
എൻ്റെ ഫ്രണ്ട് ജോമോൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനാണ്, നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്, നീ വരണമെന്ന് പറയും. അയ്യോ ഹരിയേട്ടാ, വീട്ടിൽ നിന്ന് എന്നെ വിടത്തില്ല ദൂരോട്ടെങ്ങും, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ഇത് ഒഴിച്ചിടാൻ പറ്റാത്തൊരു ഫംഗ്ഷനാണ്, നീ വന്നേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഞാനും നിന്നോട് മിണ്ടത്തില്ല എന്നൊക്കെ പറഞ്ഞൊരു കള്ളപ്പരിപ്പൊക്കെ കാണിക്കും. അപ്പോഴത്തേക്ക് നോക്കട്ടെ ഹരിയേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വിളിച്ചിട്ട് നീ വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് മിണ്ടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനുശേഷം ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഹരിശങ്കർ ഫോണൊക്കെ പിടിച്ച് ഞാൻ സന്തോഷിച്ച് നിൽക്കുകയാണ്. അവൾ ഇപ്രാവശ്യം എൻ്റെ വലയിൽ നിന്ന് വല പൊട്ടിച്ച് പോത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ സന്തോഷിച്ച് നിൽക്കുകയാണ്. അപ്പം ആ ആലോചനയിൽ നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഹരിശങ്കർ പറഞ്ഞ പ്രകാരം ചതിയിൽ വീഴാൻ വേണ്ടി തന്നെ നമ്മുടെ ശരണ്യ വന്ന് ചാടുമോ, അതോ ശരണ്യയ്ക്ക് ആ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആരെങ്കിലും അതിനെ സഹായിക്കുമോ എന്നൊക്കെ അതിൻ്റെ വരും വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.